welcome back to my channel. ഇന്നത്തെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവൽ കട്ട്ലേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ഇത് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബ്രൗൺ അവലായാലും ഉപയോഗിക്കാം. ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഇതിനെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ അവൽ ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടില്ല. റോസ്റ്റ് ചെയ്താലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ മാക്സിമം ഓയിൽ കുറച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു കട്ട്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല പൊടിച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. ഇത് എൻ്റെ കയ്യിലില്ലാത്തതിനാൽ ഞാനൊരല്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കുതിർന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ അവൽ മിക്സിലേക്ക് 1 കപ്പോളം വേവിച്ചുടച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കട്ട്ലേറ്റുകൾക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒരല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈരോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറുനാരങ്ങയുടെ നീരാണ്. അറിയാതെ എൻ്റെ ക്യാമറ ഓഫ് ആയതിനാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ദേ നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരല്പം ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചേർക്കാതെയും ഈ ഒരു കട്ട്ലേറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നമ്മുടെ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സമയമെടുത്ത് ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. ഇനി ഡീപ് ഫ്രൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ വെച്ച് ആ ഒരു രീതിയിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.